നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്നും നാളെയും മറ്റന്നാളും അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിലാണ് ഈ അറിയിപ്പ്. മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും ശക്തമാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. കനത്ത മഴ തുടർന്ന സാഹചര്യത്തിൽ കേരളത്തിലെ 7 ജില്ലകളിലെയും നിലമ്പൂർ, ചേർത്തല, കുട്ടനാട്, ഇരിട്ടി താലൂക്കിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. എറണാകുളം, കോട്ടയം, തൃശൂർ, ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ, ഹയർ സെക്കൻഡറി ഉൾപ്പെടെ മുഴുവൻ സ്കൂളുകൾക്കും ബഡ് സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും മദ്രസകൾക്കും അവധി ബാധകമാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടർന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ ശക്തമാക്കി. അടുത്ത 3 ദിവസം സംസ്ഥാനത്തെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അവധി അനുവദിക്കാൻ പാടില്ലെന്ന് സർക്കാർ ഉത്തരവിട്ടു. റവന്യൂ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങളിലോ അധികാര പരിധിക്കുള്ളിലോ ക്യാമ്പ് ചെയ്യണമെന്നാണ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ്. മഴ തുടരുന്നതിനാൽ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. എലിപ്പനിക്കെതിരെ വളരെ ശ്രദ്ധിക്കണം. എലിപ്പനി ബാധിച്ചാൽ പെട്ടെന്ന് തീവ്രമാകുമെന്നതിനാൽ പ്രത്യേക ശ്രദ്ധ വേണം. ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളിയോ ഡോക്ലൈസൈക്ലിൻ കഴിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഇന്നലെ 134.30 അടിയായെന്ന് അറിയിപ്പ്. സെക്കൻഡിൽ 6084 ഘനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. എന്നാൽ സെക്കൻഡിൽ 1867 ഘനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ നാളെ സ്പിൽവേ ഷട്ടർ ഉയർത്തേണ്ടി വരുമെന്നും തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ജലനിരപ്പ് 136 അടിയിൽ എത്തിയാൽ സ്പിൽവേ വഴി വെള്ളം പുറത്തേക്ക് ഒഴുകും. പെരിയാർ തീരത്ത് താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണം. കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗിക പരിപാടികളിൽ വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം പുതിയ തലത്തിലേക്ക്. ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി നൽകിയ കത്തിന് ഗവർണർ മറുപടി നൽകി. ഭാരതാംബ എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ലെന്ന് ഗവർണർ കത്തിൽ ചൂണ്ടിക്കാട്ടി. സ്വാതന്ത്ര്യത്തിന്റെ പ്രതീക്ഷയിൽ നിന്നുവരുന്ന പ്രതീകമാണെന്നും ജാതിക്കും രാഷ്ട്രത്തിനും അതീതമാണെന്നും ഗവർണർ ന്യായീകരിക്കുന്നു. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും ഭരണഘടനയുടെ തലവനെ മന്ത്രിയെ അവമാനിച്ചുവെന്നും കത്തിൽ ഗവർണർ ആരോപിച്ചു. വിഷയം ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നയിച്ചതിലാണ് കത്ത് അയക്കുന്നതെന്നും ഗവർണർ കത്തിൽ ചൂണ്ടിക്കാട്ടി. ഭാരതഭ വിവാഹത്തിനു ശേഷം ആദ്യമായി വേദി പങ്കിട്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കറും കൃഷിമന്ത്രി പി പ്രസാദും. കാർഷിക സർവകലാശാലയുടെ തൃശൂരിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ ഗവർണർ പി പ്രസാദിനെ പ്രശംസിക്കുകയും ചെയ്തു. വേദിയിൽ ഭാരതാംബ ചിത്രം വെച്ചിരുന്നില്ല. എന്നാൽ വേദിക്ക് പുറത്തു മാധ്യമങ്ങളെ കണ്ട പി പ്രസാദ് ഗവർണർക്കെതിരെ വിമർശനം ആവർത്തിച്ചു. CPM സംസ്ഥാന കമ്മിറ്റിയിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് രൂക്ഷ വിമർശനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഗോവിന്ദൻ നടത്തിയ RSS സഹകരണ പരാമർശം തോൽവിയുടെ ആക്കം കൂട്ടിയെന്നും പരാമർശം നിലമ്പൂരിന് അപ്പുറം പാർട്ടിയെ എല്ലാ കാലത്തും വേട്ടയാടുമെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. നിലമ്പൂരിലെ തോൽവിയുടെ കാരണം ശരിയായി വിലയിരുത്തിയില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകൾ വലിയ തിരിച്ചടിയുണ്ടാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. LDFന് അനുഭവമുള്ള വോട്ടുകൾ സ്വരാജിലേക്ക് എത്തിക്കുന്നതിൽ പാർട്ടിക്ക് സംഘടനാപരമായ വീഴ്ചയുണ്ടായെന്നും കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നു. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തെ പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥ പട്ടികയിൽ നിന്ന് ADGP MR അജിത് കുമാറും സുരേഷ് രാജ് പുരോഹിതും മനോജ് എബ്രഹാമും പുറത്ത്. റോഡ് സേഫ്റ്റി കമ്മീഷൻ നിതിൻ അഗർവാൾ, IB സ്പെഷ്യൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖർ, ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ഡൽഹിയിൽ ചേർന്ന UPSC യോഗത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ചുരുക്കപ്പട്ടികയ്ക്ക് അന്തിമ രൂപമായത്. സിനിമാ സംരംഭം ആരംഭിക്കുമെന്ന മുന്നറിയിപ്പുമായി ഫിലിം ചേംബർ. മലയാള സിനിമാ രംഗത്തെ ചേംബർ മുന്നോട്ട് വെച്ച ആവശ്യം ഉടൻ പരിഗണിക്കണം എന്ന് സാംസ്കാരിക മന്ത്രിക്ക് ചേംബർ കത്ത് നൽകി. ഈ തീരുമാനത്തിൽ അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ ജൂലൈ 15 സൂചനാ പണിമുടക്ക് നടത്തുമെന്നും സിനിമാ രംഗത്തെ സമൂലമായ പരിഷ്കാരത്തിന് വേണ്ടി സർക്കാർ ഓഗസ്റ്റിൽ കൊച്ചിയിൽ നടത്തുന്ന സിനിമാ കോൺക്ലേവ് ബഹിഷ്കരിക്കുമെന്നും ചേംബർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. വെർച്വൽ അറസ്റ്റ് എന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. താമരശ്ശേരി സ്വദേശി കയ്യേലിക്കൽ മുഹമ്മദ് ഷാനിഷ്, മടവൂർ സ്വദേശി മുഹമ്മദ് ജനീസ് എന്നിവരെയാണ് വടകര സൈബർ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും വെർച്വൽ അറസ്റ്റിലാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ പണം തട്ടിയെടുത്തത്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് കോൺവെന്റ് സ്കൂളിൽ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പുറത്താക്കണമെന്ന് മാനേജ്മെന്റ്. 5 അധ്യാപകർക്കെതിരെയായിരുന്നു ആരോപണം. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് മാനദണ്ഡങ്ങൾ പ്രകാരവും കുട്ടികളെ ക്ലാസ് മാറ്റി ഇരുത്തില്ലെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഇവരിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെ 3 പേരെ നേരത്തെ പുറത്താക്കിയിരുന്നു. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. KV രാമകൃഷ്ണനും ഏഴാഞ്ചി രാമേന്ദ്രനും അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം. കവിതാ വിഭാഗത്തിൽ അനിത തമ്പിയുടെ മുരിങ്ങവാഴ കറിവേപ്പ് എന്ന സമാഹാരവും, നോവൽ വിഭാഗത്തിൽ GR ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലും, V ഷിൻലാലിന്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര ചെറുകഥാ വിഭാഗത്തിലും പുരസ്കാരത്തിന് അർഹമായി.
CPM നേതാവ് M. സ്വരാജിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. പൂക്കളുടെ പുസ്തകം എന്ന ഉപന്യാസമാണ് സ്വരാജിന് പുരസ്കാരം നേടിക്കൊടുത്തത്. ഉപന്യാസ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ CB കുമാർ എൻഡോമെന്റ് അവാർഡാണ് സ്വരാജിന് ലഭിച്ചത്. അതേസമയം കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നിരസിക്കുന്നുവെന്ന് M. സ്വരാജ് വ്യക്തമാക്കി. ഒരു തരത്തിലുള്ള പുരസ്കാരങ്ങളും സ്വീകരിക്കില്ലെന്ന നിലപാട് വളരെ മുമ്പ് തന്നെ എടുത്തിട്ടുള്ളതാണെന്നും കേരള സാഹിത്യ അക്കാദമി അവാർഡ് വാർത്തയായി വന്നതുകൊണ്ടാണ് പരസ്യമായി നിലപാട് അറിയിക്കുന്നതും സ്വരാജ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. നിലമ്പൂർ നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്തും സംഘവും കാട്ടിൽ കുടുങ്ങി. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട വാണിയാമ്പുഴ ഉന്നതിയിലെ ബില്ലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാണിയാമ്പുഴയിൽ എത്തിച്ച് തിരികെ മടങ്ങുന്നതിനിടെയാണ് ഷൗക്കത്ത് സംഘവും കാട്ടിൽ കുടുങ്ങിയത്. ഡിങ്കി ബോട്ട് തകർന്നതിലൂടെയാണ് ഇവർക്ക് മടങ്ങി വരാൻ കഴിയാതായത്. ലോക ജന്തുജന ആരോഗ്യ ദിനമായി ജൂലൈ 6 ആചരിക്കുന്നു. എലിപ്പനി, നിപ്പ, റാബിസ് എന്നിവ ജന്തുജന്യ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കേരളത്തിന്റെ സാഹചര്യത്തിൽ സവിശേഷ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരു രോഗമാണ് റാബിസ്. കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കൊപ്പം ജന്മദിനം കേക്ക് മുറിച്ചാഘോഷിച്ച ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി. കൊടുവള്ളി ഇൻസ്പെക്ടർ KP അഭിലാഷനാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറായി മാറ്റം ലഭിച്ചത്. ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവരം നൽകുന്ന വ്യക്തികളുടെ സ്വകാര്യത പൂർണ്ണമായും ഉറപ്പുവരുത്തുമെന്നും ഏതെങ്കിലും തരത്തിൽ അത്തരം സ്വകാര്യതകൾ ലംഘിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ സർവീസിൽ തുടരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനവും നോ ടു ഡ്രഗ്സ് 5ാം ഘട്ടത്തിന് തുടക്കവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലഹരിക്കെതിരെ കൈകോർത്ത ഹൈബി ഈഡൻ MPയുടെ നോ എൻട്രി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ലഹരി വിമുക്ത സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന ലക്ഷ്യത്തോടെ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന 5 വർഷ ലഹരിമുക്ത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായ ക്യാമ്പയിൻ നടൻ പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗം തടയാൻ അധ്യാപകർ കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടികളുടെ അന്തസ്സിന് ക്ഷതമേൽക്കുന്ന ബാഗ് പരിശോധന നേരത്തെ ബാലാവകാശ കമ്മീഷൻ ലംഘിച്ചാണ്. എന്നാൽ ലഹരി ഉപയോഗിക്കുമെന്ന് തോന്നിയാൽ വിദ്യാർത്ഥികളുടെ ബാഗുകൾ അധ്യാപകർക്ക് പരിശോധിക്കാമെന്നും ഇതിൽ നടപടി ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നോ ടു ഡ്രഗ്സ് 5ാം ഘട്ടത്തിന്റെ സംസ്ഥാന തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കഞ്ചാവിന് അടിമയായിരുന്ന മകൻ കോട്ടയത്ത് അമ്മയെ വെട്ടിക്കൊന്നു. യന്ത്രസഹായം തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35 തകരാർ പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നു. 11ാം നാളും വിമാനം റൺവേയിൽ തന്നെയാണ്. UK നിന്നുള്ള വിദഗ്ധ സംഘം എത്തിയാലുടൻ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റുമെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ വക്താവ് അറിയിച്ചു. റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ 13ാം നിലയിൽ നിന്ന് വീണ് യുവതിക്ക് ദാരുണാന്ത്യം. ബംഗളൂരിലെ പരപ്പന അഗ്രഹാരയിലെ കെട്ടിടത്തിന് താഴെ വീണ് ബീഹാർ സ്വദേശിനി നന്ദിനിയാണ് മരിച്ചത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരാഴ്ച കാലത്തെ സൗഹൃദം മാത്രമുണ്ടായ യുവതിയെ കൊന്ന് ഫാമിൽ കുഴിച്ചുമൂടിയ കേസിൽ യുവാവ് അറസ്റ്റിലായി. മാണ്ഡ്യ ജില്ലയിലെ താമസക്കാരനും എഞ്ചിനീയറിംഗ് ബിരുദധാരിയുമായ പുനിത് ഗൌഡയാണ് പോലീസ് പിടികൂടിയത്. ഇസ്രായേലിനെതിരെ ഇറാൻ വിജയം കൈവരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആക്സിയം 4 ദൗത്യസംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള സംഘമാണ് നിലയത്തിലെത്തിയത്. ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് പേടകം നിലയത്തിലെ ഹാർമണി മൊഡ്യൂളുമായി ഡോക്ക് ചെയ്ത് 2 മണിക്കൂർ നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് സംഘം നിലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.